ഏതു ഉടമ്പടിയിലൂടെയാണ് മലബാറിന്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്? ശ്രീരംഗപട്ടണം ഉടമ്പടി. കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ആത്മോപദേശ ശതകം എഴുതിയത്? ശ്രീനാരായണ ഗുരു. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്? കെ കേളപ്പൻ. ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ ഇതാണ് ഇതാണ് ഇതാണ്. മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ ഈ വാക്കുകൾ ഏത് കൊട്ടാരത്തിന്റെ ചുവരുകളിലാണ് കൊത്തിവെച്ചിട്ടുള്ളത്? ദിവാൻ ഇ ഗാസ്, ഡൽഹി. ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്? വിവേകാനന്ദൻ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിനെതിരെ ഡ്രെയിൻ സിദ്ധാന്തം അവതരിപ്പിച്ച ദേശീയവാദി? ദാദാഭായ് നവറോജി. ബാസ്റ്റീലിന്റെ പതനം ഏതു വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിച്ചത്? ഫസൽ അലി. 1999 കാർഗിൽ യുദ്ധം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ അറിയപ്പെടുന്ന പേര്? ഓപ്പറേഷൻ വിജയ്. ഉയർന്ന താപനിലയും കനത്ത മഴയും ഒന്നിടവിട്ട നനവുള്ളതും വരണ്ടതുമായ കാലങ്ങളുള്ള ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന മണ്ണ്? ലാറ്ററൈറ്റ് മണ്ണ്. ബിഗ് ഗെയിം കൺട്രി എന്നറിയപ്പെടുന്നത്? ആഫ്രിക്കൻ സവന്ന. 2022-23 ബഡ്ജറ്റിൽ റോഡുകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, ബഹുജന ഗതാഗതം, ജലപാതകൾ, ലോജിസ്റ്റിക് ഇൻഫ്രാടെക് എന്നിങ്ങനെ 7 എഞ്ചിനുകളാൽ നയിക്കപ്പെടുന്ന സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം ഏതാണ്? PM ഗതിശക്തി. 11ാം പദ്ധതി കാലഘട്ടത്തിൽ ഇന്ത്യ സമ്പദ് വ്യവസ്ഥ കൈവരിച്ച വളർച്ച? ശരാശരി 7.9%. CEDAW എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്ത്രീകൾ. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം? 2005. മനുഷ്യാവകാശങ്ങളും മനുഷ്യത്വരഹിത തെറ്റുകളും എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? VR കൃഷ്ണ അയ്യർ. ഋഷി സുനയ്ക്ക് മുമ്പ് ആരായിരുന്നു UK-യുടെ പ്രധാനമന്ത്രി? ലിസ് ട്രസ്. 1946 ഭരണഘടനാ അസംബ്ലിയുടെ ആകെ അംഗസംഖ്യ എത്രയായിരുന്നു? 389. കർഷകന് തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശമുള്ളതും ഭൂമിയുടെ വരുമാനം, അതായത് നികുതി, സർക്കാരിലേക്ക് അടയ്ക്കാനുള്ള ഉത്തരവാദിത്തമുള്ളതുമായ സംവിധാനത്തിന്റെ പേര്? റയോദ്വാരി സമ്പ്രദായം. ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര അസ്വസ്ഥതകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളെയും സംരക്ഷിക്കുക എന്നത് യൂണിയന്റെ കടമയാണ് എന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞിരിക്കുന്നത്?
ആർട്ടിക്കിൾ 355.